വാർത്തകൾ തുടരുന്നു. സംസ്ഥാനത്തെ സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ നടപ്പാക്കിയ ഓൺലൈൻ രജിസ്ട്രേഷൻ ആധാരമെഴുത്തുകാർക്കും ഉദ്യോഗസ്ഥർക്കും തലവേദനയാകുന്നു. സാങ്കേതിക തകരാറുകൾ കാരണം സംസ്ഥാനത്തെ ഭൂരിഭാഗം സബ് രജിസ്ട്രാർ ഓഫീസുകളിലും ദിവസങ്ങളായി രജിസ്ട്രേഷൻ മുടങ്ങിയ അവസ്ഥയാണുള്ളത്. സംസ്ഥാന വ്യാപകമായി ആധാരം രജിസ്ട്രേഷനുകൾ ഓൺലൈനാക്കുന്നതിൻ്റെ ഭാഗമായാണ് 2016 ജനുവരി 1 മുതൽ സംസ്ഥാനത്തെ 6ഓളം ജില്ലകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ നടപ്പാക്കിയത്. ഈ പദ്ധതി പ്രകാരം സർക്കാർ നിർദ്ദേശിച്ച സൈറ്റിലൂടെ മാത്രമേ ആധാരം രജിസ്ട്രേഷനുകൾ നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ. നേരത്തെ ഓഫീസുകളിൽ ഉദ്യോഗസ്ഥർ ചെയ്തിരുന്ന ജോലികൾ കൂടി ആധാരം എഴുത്തുകാർ ചെയ്യേണ്ട അവസ്ഥയാണുള്ളത്. എന്നാൽ ഓൺലൈനായി ആധാരം രജിസ്റ്റർ ചെയ്യേണ്ട ഉദ്യോഗസ്ഥർക്കോ ആധാരം തയ്യാറാക്കേണ്ട എഴുത്തുകാർക്കോ മതിയായ പരിശീലനം നൽകാൻ സർക്കാർ തയ്യാറായിട്ടില്ല. ഇതോടെ ആധാരം രജിസ്റ്റർ ചെയ്യാനെത്തുന്ന സാധാരണക്കാർ ഉൾപ്പെടെ നിരവധി തവണ ഓഫീസുകൾ കയറിയിറങ്ങേണ്ട അവസ്ഥയാണുള്ളത്. ഇതിനെപ്പറ്റി പഠിക്കാതെ പെട്ടെന്ന് കാണിച്ചിട്ടുള്ള ഈ ഡിപ്പാർട്ട്മെന്റിനോട് കാണിച്ച് ഈ ഡിപ്പാർട്ട്മെന്റ് കാണിച്ച് സാധാരണ ജനങ്ങളോട് കാണിച്ച ഏറ്റവും വലിയ പ്രശ്നമായിട്ട് തന്നെ കാണുന്നു. ഇത് വരും കാലങ്ങളിൽ, അതായത് ഇനി വരുന്ന ദിവസങ്ങളിലും ആധാരങ്ങൾ ഈ കുമിഞ്ഞു കൂടി നടക്കുന്ന ഒരവസ്ഥയാണ് ഇതിലുള്ളത്. ട്രയൽ പോലും ചെയ്യാതെ പെട്ടെന്ന് കാണിച്ച ഈ ഇംപ്ലിമെന്റേഷൻ ഈ രജിസ്ട്രേഷൻ വകുപ്പിൽ സർക്കാരിന് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഉണ്ടാക്കുന്ന അവസ്ഥയാണ് ഇതിലുള്ളത്. ഇതിനു പുറമെയാണ് ആധാരം രജിസ്റ്റർ ചെയ്യേണ്ട സൈറ്റ് മിക്കപ്പോഴും നിശ്ചലമായ സ്ഥിതിയിലുമാണുള്ളത്. മതിയായ ശേഷിയില്ലാത്ത സെർവർ സ്ഥാപിക്കാത്തതാണ് ഇതിന് കാരണം. ഇതോടെ ആധാരം രജിസ്റ്റർ ചെയ്യാൻ എത്തുന്ന എഴുത്തുകാർക്ക് ഓൺലൈൻ ടോക്കൺ പോലും ലഭിക്കാത്ത സ്ഥിതിയാണുള്ളത്. ഈ മാസം 10 ശേഷം സംസ്ഥാനത്താകമാനം വ്യാപിപ്പിക്കാൻ ഒരുങ്ങുന്ന പദ്ധതിയാണ് പരീക്ഷണഘട്ടത്തിലെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. നിലവിലുള്ള പ്രശ്നങ്ങൾ ഉടൻ പരിഹരിച്ചില്ലെങ്കിൽ അടുത്ത ആഴ്ച മുതൽ സമരത്തിനൊരുങ്ങുകയാണ് ആധാരം എഴുത്തുകാരുടെ സംഘടനകൾ. എസ് ശ്യാംകുമാർ, റിപ്പോർട്ടർ, പത്തനംതിട്ട.